ഞാൻ മരിച്ചാൽ എനിക്ക് റീത്ത് വയ്ക്കാൻ കൂടി കിച്ചു വരരുത് എന്ന് രേണുസുതി. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രേണുസുതി ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ. അവർക്ക് അതിൻ്റേതായ സങ്കടങ്ങളും കാണും. ഇത്രയും നാൾ വളർത്തിയ കിച്ചു എന്ന് പറയുന്ന മൂത്ത മകൻ രേണുവിനെ കാണാൻ ആദ്യം ചെന്നിരുന്നില്ല. അതിൻ്റെ വിഷമത്തിൽ രേണു ഒരു വീഡിയോ ഇട്ടിരുന്നു, കിച്ചു കാണാൻ വന്നില്ല എന്നും പറഞ്ഞ്. അവന് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, ഇത്രയും നാൾ ഞാൻ വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ വീഡിയോ. അവരുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാകും. ആ വീഡിയോ ആളുകൾ കണ്ടപ്പോൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. അവൻ ഒരുപാട് മോശം കമൻറ്റ് വന്നു. അത് കണ്ടുകൊണ്ട് അവനൊരു ചെറിയ വീഡിയോ ക്ലിപ്പിട്ടു. അതിൽ കിച്ചു പറയുന്നത്, ഞാൻ പോകാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമം അങ്ങ് തീരട്ടെ, ബാക്കിയുള്ളത് ഞാൻ പോയിട്ട് വന്ന് പറയാമെന്നായിരുന്നു ആ ക്ലിപ്പിൽ. അതിനുശേഷം ആ ക്ലിപ്പ് കണ്ട ഒരുപാട് പേര് കിച്ചുവിനെ വിമർശിച്ചു. നിനക്ക് നിൻ്റെ അമ്മയെ പോയി കാണണമെങ്കിൽ പോയി കണ്ടുകൂടെ, മറ്റുള്ളവരുടെ വിഷമം മാറ്റാൻ വേണ്ടി എന്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് ബാഡ് കമൻറ്റ് കിച്ചുവിന് വന്നു. അത് ശരിയല്ലേ? അത് കേൾക്കുന്ന ആർക്കും തോന്നും അവന് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കണ്ടാൽ പോരെ എന്ന്. വല്ലവർക്കും വേണ്ടി എന്തിനാ പോകുന്നത്? അതിനൊക്കെ മറുപടിയായിട്ട് കിച്ചു ഇന്നൊരു വീഡിയോ ഇട്ടു. അത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും അവൻ്റെ സങ്കടം. കാരണം അവൻ പറയുന്നത് രേണു സബ്സ്ക്രിപ്ഷൻ നടത്തി അതിലൂടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരു ചുണ്ടിൻ്റെ വീഡിയോ ഉണ്ടല്ലോ രേണുവിൻ്റെ, വളരെ മോശമാണത്. ഒരു മകനെന്ന നിലയിൽ അത് കണ്ടപ്പോൾ അവന് നല്ല സങ്കടമായി. ആ വീഡിയോ കണ്ട് അവൻ രേണുവിന് മെസ്സേജ് ഇട്ടു. അത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ. അവർ ആരെങ്കിലും അത് പറഞ്ഞ് കളിയാക്കിയാൽ അവൻ എങ്ങനെ അതിനെ അതിജീവിക്കും എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് ഇട്ടത്. അപ്പോൾ രേണു കിച്ചുവിന് കൊടുത്ത മറുപടിയാണ് രസം. താൻ ചെയ്ത പ്രവൃത്തികളിൽ യാതൊരു തെറ്റും കാണുന്നില്ലെന്നും അതിലൂടെ തനിക്ക് 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടിയെന്നുമാണ് രേണുവിൻ്റെ മറുപടി. അതോടുകൂടി കിച്ചു അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങ് നിർത്തി. കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ്. എന്തായാലും അവൻ്റെ അമ്മയല്ലേ. രേണു ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അവന് സങ്കടമായി കാണും. അവൻ്റെ അമ്മയെക്കുറിച്ചല്ലേ ആളുകൾ ഓരോന്ന് പറയുന്നത്. അവന് നാണക്കേട് കാണില്ലേ? എന്തായാലും അവൻ രേണുവിനെ കാണാൻ പോയി. പക്ഷേ രേണു ഹോസ്പിറ്റലായതുകൊണ്ട് രേണുവിനെ കാണാൻ പറ്റിയില്ല. ഋതപ്പനെ കണ്ടിട്ട് തിരിച്ചു പോന്നു. പിന്നെ അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാണ് വീഡിയോ അവസാനിക്കുന്നത്. അവൻ്റെ ഏജിലുള്ള ഏതൊരു മകനും ചിന്തിക്കുന്ന രീതിയിലാണ് അവനും ചിന്തിച്ചത്. അവൻ്റെ മനസ്സിൽ അവൻ അനുഭവിക്കുന്ന വേദന അവനല്ലേ അറിയാൻ പറ്റൂ. എന്തൊക്കെയായാലും അതെല്ലാം മാറ്റിവെച്ച് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലേ അവന് പറയാൻ പറ്റൂ. കിച്ചുവിൻ്റെ ഈ വീഡിയോയ്ക്ക് മറുപടിയുമായി എന്തായാലും രേണുസുതി വരുമെന്ന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ വന്നു. പക്ഷേ രേണു മറുപടിയായി ഇട്ട വീഡിയോ അത് രേണുവിന് നെഗറ്റീവായാണ് വന്നിരിക്കുന്നത്. ആ വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റ് നോക്കിയാൽ അറിയാം. ഇതുവരെ അവരെ ഇഷ്ടപ്പെട്ടവർ പോലും അവർക്കെതിരെ കമൻ്റ് ഇടാൻ തുടങ്ങി. ശത്രുക്കൾ പോലും അവരുടെ അസുഖം മാറി തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കൂടെയുള്ളവർ പോലും അവർക്ക് എതിരായി. രേണുസുതി ഇട്ട വീഡിയോയിൽ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന കാര്യം കിച്ചുവിനോട് പറഞ്ഞു എന്നാണ്. പക്ഷേ 500 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമാണ് രേണു കിച്ചുവിനോട് പറയുന്നത്. അപ്പോൾ കിച്ചു വേണമെന്ന് പറയണമെന്നായിരിക്കും രേണുസുതി പറയുന്നത്. അവൻ അറിയുന്നില്ലല്ലോ ഏത് രീതിയിലുള്ള കണ്ടൻ്റാണ് രേണു ഇടാൻ പോകുന്നതെന്ന്. അതിനകത്തുള്ള വീഡിയോ കണ്ടതിന് ശേഷമല്ലേ കിച്ചു വന്ന് ഇങ്ങനെയുള്ള വീഡിയോ ഇടരുത് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടത്. പിന്നെ രേണു പറയുന്നത്, ഞാനും നീയും മാത്രം അറിയുന്ന കിച്ചുവിൻ്റെ ഭാവിയെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ്. കിച്ചുവിൻ്റെ ഭാവിയെ ബാധിക്കുന്ന എന്ത് കാര്യമാണ്? ഇതിനു മുമ്പുള്ള വീഡിയോയും രേണു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? കിച്ചുവിന് എന്തെങ്കിലും സ്വഭാവ വൈകൃതം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പേരൻസിനല്ലേ.
അവനെ വളർത്തിയത് രേണുവല്ലേ. അപ്പോൾ അവനെ തിരുത്തേണ്ടതാരാ? ഒരു ചെറുപ്പക്കാരനല്ലേ ആ കുട്ടി എന്ത് സ്വഭാവ വൈകൃതമുണ്ടെങ്കിലും അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയുന്നത് നല്ലതാണോ? പിന്നെ രേണു പറയുന്നത്, ഞാൻ പ്രസവിച്ച ഋതപ്പനേക്കാൾ കൂടുതൽ കിച്ചുവിനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ ക്യാൻസർ വന്ന് മരിച്ചാൽ റീത്ത് വയ്ക്കാൻ പോലും നീ വരരുത് എന്നാണ്. അതുപോലെ തന്നെ കിച്ചുവിന് കൊടുത്ത ക്യാഷിൻ്റെ കണക്കും പറയുന്നുണ്ട്. കിച്ചുവിൻ്റെ പേരിൽ ചിങ്ങവനം, തൃക്കൊടിത്താനം, വാകത്താനം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ടെന്നും ഒന്ന് തിരക്കി നോക്കിയാൽ മതിയെന്നുമൊക്കെയാണ് രേണു വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ഒരസുഖം വന്ന് വയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനവുമായി രേണു വരരുതായിരുന്നു. ശത്രുക്കൾ പോലും ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രേണുവിൻ്റെ ഇപ്പോഴത്തെ അസുഖം ഓർത്താണ്. രേണുവിൻ്റെ ഈ വെല്ലുവിളി നടത്തിക്കൊണ്ടുള്ള സംസാരം കേൾക്കുമ്പോൾ താങ്കൾ അപ്പോൾ അഭിനയിക്കുമായിരുന്നോ, അസുഖമൊന്നും ഇല്ലയോ എന്നുള്ള ആളുകളുടെ സംശയത്തിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് ഓർമ്മക്കുറവുണ്ട്, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്ന രേണുവിന് കിച്ചുവിനെ പറ്റിയുള്ള ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരു കുഴപ്പവുമില്ല. അതാണ് ആളുകൾക്ക് സംശയമുണ്ടാക്കിയത്. എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികൾ നിർത്തി തൻ്റെ അസുഖം മാറണേ എന്ന് പ്രാർത്ഥനയോടെ കഴിയുക എന്ന് പറയാനല്ലേ നമുക്ക് പറ്റൂ. എന്തായാലും അസുഖമെല്ലാം മാറി പുതിയ ഒരു രേണുവായി തിരിച്ചു വരട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെ വീഡിയോ കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹായിക്കണം.